ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് മാമ്പഴ പുളിശ്ശേരി. പിന്നെ നമുക്ക് ഓണാണ് വരുന്നത്. ഓണത്തിനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ചൂടാൻ വേണ്ടി ഓണാക്കി വെച്ചതാണ് കേട്ടോ. അതായത് നമ്മൾ കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമ്മൾ മാങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കാം. മാങ്ങ അതാ കണ്ടില്ല, നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ തോല് കളഞ്ഞതാണ്. തോലൊന്നിങ്ങനെ വലിച്ചിട്ട് ഊരി കളഞ്ഞതാണ്. ഇപ്പോൾ നല്ല പഴുത്ത ആരില്ലാത്ത മാങ്ങ എടുക്കുക. നമ്മളിങ്ങനെ ഊമ്പി കുടിക്കാനൊക്കെ എടുക്കുന്ന ടൈപ്പ് മാങ്ങ എടുക്കുക കേട്ടോ. അതാണ് നല്ല ടേസ്റ്റിൽ വരിക. അതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. ചെറിയ മാങ്ങയായിരിക്കും, അത് കുറച്ചൊന്ന് സൈസ് ഉണ്ടെന്ന് മാത്രം. അത് ഞാൻ ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളമാണ് 2 മാങ്ങയ്ക്ക് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ല സാധാ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂണൊക്കെ ഉപ്പ് ആവശ്യം വരും. ഇനി അതിലേക്ക് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് അത് അവിടെ കിടന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 2 പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി 2 ചെറിയ അല്ലി, പിന്നെ ക്യുമിൻ സീഡ്സ് 1/2 ടീസ്പൂണാണ് എടുത്തത്. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അരയ്ക്കണുള്ളൂ. ആദ്യം തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു പകുതി അരവായി കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് കൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, മാങ്ങയൊക്കെ നല്ല പരുവായി വന്നിട്ടുണ്ടായിട്ട് വെള്ളമൊക്കെ വറ്റി ആ വെള്ളത്തിലേക്ക് ഈ മാങ്ങൻ്റെ പൾപ്പൊക്കെ ചേർന്ന് നല്ല പൾപ്പൊക്കെ ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരൻ്റെ പാനി, ശർക്കര ഒന്ന് ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ശർക്കരയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഒരുപാടില്ല, 1 ടേബിൾ സ്പൂൺ മാത്രം. അപ്പോൾ നമ്മൾ ഉപ്പും ഇതെല്ലാം കറക്റ്റ് അല്ലേ നോക്കുക. ഈ സമയത്ത് നമ്മളതിന് തേങ്ങ അരച്ചത് ചേർക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഉപ്പും മധുരമൊക്കെ നോക്കുക. അതായത് നമ്മളെ മാങ്ങക്ക് നല്ല മധുരം ഉണ്ടാവും, എന്നാലും ഒരു തുള്ളി ശർക്കരയും കൂടെ ഒഴിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, പച്ചമുളകൊന്നും ശരിക്കും അരഞ്ഞു പോയിട്ടില്ല. ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക. തേങ്ങ നന്നായിട്ട് അരയും. പക്ഷേ പച്ചമുളക് നമ്മൾ തേങ്ങ പകുതി അരിഞ്ഞതിന് ശേഷമല്ലേ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് പച്ചമുളക് ഒരുപാട് അരിയണ്ട. ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അതായത് തേങ്ങൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, ചെറുതായിട്ട് തള ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തൈര് ചൂടാറിയതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്നതാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈര്, 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ, അതായത് 1/2 കപ്പ് ഞാനിങ്ങനെ മുകളിലേക്ക് കുനിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് വരും. അപ്പോൾ തൈര് ചേർക്കുന്നത് ചൂടോട് കൂടി ചേർക്കരുത്, പ്രത്യേകം പറയാണ്, പിരിഞ്ഞു പോകും. അതായത് തൈര് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് തൈര് ഒഴിക്കില്ലല്ലോ. അപ്പം അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തൈരും കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും തൈരും ഇതെല്ലാം എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഇതൊന്ന് വറവിടാനുള്ള ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വറവിടുന്നതിന് വേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കണേ, സൺഫ്ലവർ ഓയിലൊന്നും എടുക്കരുത്. നമ്മുടെ നാടൻ ഒരു ഡിഷാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക. 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ വരെ കടുകിടുക. എന്നിട്ടത് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ കുറയ്ക്കുക. നല്ല ചൂടുള്ള അടുപ്പാണെങ്കിൽ തീ ഓഫ് ചെയ്തോളൂ. എന്നിട്ട് കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടിയും, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ലാസ്റ്റായിട്ട് ഒരു മുകളിൽ ഇങ്ങനെ ഒരു കളറ് പാറിക്കിടക്കുന്ന പോലെ ഉണ്ടാവും നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പ് ഓഫിലാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഉണക്കമുളകില്ലേ, ചുവന്ന ഉണക്കമുളകും കൂടി ചേർത്ത് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത്, നേരത്തെ ഓഫ് ചെയ്ത് വെച്ച അടുപ്പാണ്. ചൂട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.